നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അങ്ങനെ വലിയ ആഡംബരമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ക്രീം, പിന്നെ ഒരു ലിപ് ബാം. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ബത്താമലുണ്ടല്ലോ, ഓണാഘോഷം എപ്പോഴും വൈകിയാണ് നടത്തുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ ഒക്ടോബർ അവസാനമായി, പക്ഷേ ഇപ്രാവശ്യം പുരോഗതിയുണ്ടേ. ഇപ്രാവശ്യം ഞങ്ങൾ സെപ്റ്റംബർ അവസാനമാക്കി. എന്താ അല്ലേ? വേറെ ഒന്നും കൊണ്ടല്ലെന്നേ, എല്ലാ പ്രാവശ്യം ഓണം ആകുമ്പോൾ മിക്ക ഫാമിലീസും നാട്ടിലോട്ട് പോകും. പിന്നെ അവരെല്ലാം തിരിച്ചെത്തിയിട്ട് വേണം നമുക്കിവിടെ ഒരു ഓണാഘോഷ പരിപാടി നടത്താൻ. ഈ ഓണാഘോഷത്തിന് നമുക്കൊരു തിരുവാതിര വേണ്ടേ? അങ്ങനെ ആ തിരുവാതിര പ്രാക്ടീസിന് പോകാനുള്ള റെഡിയാകലാണ് എൻ്റെത്. ഈ ഡാൻസ് കളിക്കാൻ നമുക്ക് എപ്പോഴും കംഫർട്ട് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡാൻസ് പ്രാക്ടീസിൽ പോകാൻ ഒരു ലൂസായിട്ടുള്ള ഡ്രസ്സ് തന്നെ എടുത്തേക്കണം. ഒരു പാരന്റ് പലോസയും പിന്നെ ഒരു ടോപ്പും. അതോടെ ഡ്രസ്സിങ് പരിപാടി കഴിഞ്ഞു. ഇനി ഹെയർ സ്റ്റൈലിലേക്കാണ്. മുടി അഴിച്ചിടണോ അതോ കെട്ടിവെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എന്തായാലും അവസാനം കെട്ടിവെച്ചു. നമ്മുടെ റെഡിയാകൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകാം. അപ്പോൾ ബൈ.